ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. ഒരു ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം മൂത്ത് ശരിക്കും ഡയറ്റിംഗ് ആയിരുന്നല്ലോ. 7 ദിവസം ഡയറ്റ് ചെയ്തു. 60 ദിവസത്തെ ഡയറ്റാണ്. 7ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്ത് 8ാമത്തെ ദിവസം നമ്മൾ ഒരു ചെറിയ ചീറ്റ് ഡേ എടുക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി കഴിക്കാനൊരാഗ്രഹം. അപ്പം ലോകത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 150 റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണ് പാരഗൺ റെസ്റ്റോറൻറ്റ്. അപ്പം കോഴിക്കോട് പാരഗണിലെ ബിരിയാണി കഴിക്കാനാണ് വന്നത്. നമുക്ക് നേരെ പാരഗണിലേക്ക് പോകാമല്ലേ. നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറിൽ നിന്ന് ഇതെടുത്തു. ഇവിടുന്ന് പാരഗൺ 34 രൂപയാണ് നൽകുന്നത്. അപ്പം നമ്മൾ നേരെ പാരഗണിലേക്ക് പോവുകയാണ്. കറക്റ്റ് സമയം ഏകദേശം 1 മണി ആവാറായി. ജനശതാബ്ദിയിലാണ് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ജനശതാബ്ദി എനിക്ക് തോന്നുന്നത് 10 മിനിറ്റ് നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. 12:50 ആയപ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോടെത്തി. പാരഗൺ ശരിക്കും 1939 സ്റ്റാർട്ട് ചെയ്തതാണ്. പാരഗൺ റെസ്റ്റോറൻറ്റിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ലോകത്തെല്ലായിടത്തും അറിയാവുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ലോകത്ത് ലിസ്റ്റ് ചെയ്ത 150 റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണ് പാരഗൺ. പാരഗണിലെ ബിരിയാണി അത്രയ്ക്ക് ഫേമസ് ആണ്. നമ്മൾ നേരെ പാരഗണിൽ പോകുന്നു, ഫുഡടിക്കുന്നു. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗങ്ങളിലൊന്നാണിത്. ഈവനിങ് ടൈം ആയിരുന്നെങ്കിലും നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഇതിപ്പം ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ഞാൻ ബിരിയാണി കഴിക്കുന്നു, നേരെ അടുത്ത ട്രെയിൻ പിടിക്കുന്നു, തിരിച്ച് നാട്ടിൽ പോകുന്നു. ഓക്കെ, സത്യത്തിൽ ഈ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമാണ് കൊല്ലത്ത് നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇത്രയും ദൂരം ഞാൻ 7 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നത്. അപ്പോൾ അതെനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, കാണിക്കണം. 1939 തുടങ്ങി ശരിക്കും കേരളത്തിൻ്റെ പേര് വാനോളം ഉയർത്തിയ ഒരു റെസ്റ്റോറൻറ്റിലൊന്നാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. പാരഗൺ റെസ്റ്റോറൻറ്റ് 1939. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അതീവ തിരക്കാണ്. എൻ്റെ അമ്മ, ഒരു റെസ്റ്റോറൻറ്റിലെ തിരക്കാണ്. പേര് കൊടുത്തു. AC റെസ്റ്റോറൻറ്റ് അകത്തുണ്ട്. അപ്പോൾ AC റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഡൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ മാരക ക്യൂ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറി. അരമണിക്കൂർ, അറൗണ്ട് 30 മിനിറ്റ്സ് ഞാൻ പുറത്ത് നിന്നു. അപ്പം AC റെസ്റ്റോറൻറ്റിനകത്ത് ഡൈനിങ് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിമനോഹരമായ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ കഴിക്കണോ മട്ടൻ കഴിക്കണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ഞാൻ ചിക്കനിൽ അവസാനിപ്പിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവച്ചു. ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഇത്രയും ഒന്നും തിരക്ക് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല. ഇത് ഒരു ഭയങ്കര തിരക്ക് വെച്ചാൽ 3 ഡൈനിങ്, എന്നിട്ട് ക്യൂ. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വന്ന ഒരാൾ പറഞ്ഞപ്പം അയാൾ ചോദിച്ചു എത്ര നേരം വെയിറ്റിംഗ്. 30 മിനിറ്റ്സ് വെയിറ്റിംഗ്. ഞാൻ 1:10 ഞാൻ 1:40 അകത്ത് കറക്റ്റ് ഏകദേശം. അപ്പം ഞാനതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആൾക്കാരെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് പുള്ളി എന്നെ കയറ്റിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് 30 മിനിറ്റ്സിൽ പരിപാടി നടന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്കാന്ന് തോന്നുന്നു. പൈനാപ്പിളാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ജോറായി. കാര്യം ഒന്ന് അസാധ്യമായ ചൂട്. AC റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നതെങ്കിലും അസാധ്യമായ ചൂടാണ് പുറത്ത്. ശരിക്കും ആ വെയിറ്റിംഗ് ഏരിയയിൽ കാല് കുത്താൻ സ്ഥലമില്ല. അവിടെ ഞാൻ കുത്തി നിന്ന്. കാര്യം വിളിച്ചാൽ കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഈ പൈനാപ്പിൾ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്ലേറ്റ് എത്തി. ഇവിടുത്തെ ബിരിയാണിയുടെ മാത്രം പ്രത്യേകത റൈത്ത, പിന്നെ വേറെ എന്താ, അച്ചാറ്, ചമ്മന്തി, പപ്പടം. ചമ്മന്തി ഉണ്ട്, ചമ്മന്തി. ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലേ. 6-7 ദിവസമായിട്ട് കട്ട ഡയറ്റിലാണ് വന്നെ, കട്ട ഡയറ്റ്. തേങ്ങ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവങ്ങളും ഉപയോഗിക്കുന്നില്ല. ചമ്മന്തി ക്ലാസ്സാണ് കേട്ടോ, വേറെ ലെവൽ.
ഞാനീ വേറെ ലെവൽ എന്നൊക്കെ പറയുമ്പം എക്സാജറേറ്റ് ചെയ്യുന്നത് നിങ്ങളാരും വിചാരിക്കണ്ട. നാരങ്ങയാണെന്ന് തോന്നുന്നു. അല്ല, ഇന്തപ്പഴം, ഡേറ്റ്സ് അച്ചാർ. റായത്ത് മാത്രം എന്തിനാ? ശരിക്കും ആ തൈര് വെള്ളം പോലൊന്നും ഇരിക്കില്ല, നല്ല കട്ടി തൈരാണ്. അത് മാത്രം എന്തിനാ ട്രൈ ചെയ്യാതിരിക്കണം? അവിടെ ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. താങ്ക് യു. ഈ ബിരിയാണിയുടെ റൈസ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന റൈസല്ല, അതാണ് പാരഗണിൻ്റെ. 7 ദിവസം ചിക്കൻ ഞാൻ തൊട്ടിട്ടില്ല, ഫിഷ് മാത്രമാണ് കഴിച്ചത്. ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂട്. ഇപ്പോൾ അങ്ങോട്ട് ദമ്മ് പൊട്ടിച്ചതേ ഉള്ളെന്ന് തോന്നുന്നു. ഈ ചിക്കൻ്റെ ഫ്ലേവറും മണവും എല്ലാം കൂടെ കിട്ടിയിട്ടേ ആ ചിക്കനൊക്കെ എന്ത് ടെൻഡറാണ്. ടിൻഡറല്ല കേട്ടോ, ടെൻഡർ. എനിക്ക് ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ശരിക്കും ഈ ചമ്മന്തിയും ബിരിയാണി കൂടെ പോകുമെന്നുള്ള കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെവി ക്വാണ്ടിറ്റി ഉണ്ട്. പപ്പൻ അങ്ങനെ ഈ പപ്പടം കൂട്ടി ഒരു പിടി കൂടെ പിടിക്കട്ടെ. ഏട്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്ന് ഇവിടെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഈ ബിരിയാണി കഴിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. വെറുതെ അല്ല റിവ്യൂവേഴ്സ് ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് 150 റെസ്റ്റോറൻറ്റ്സിനകത്ത് ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചു തീർക്കട്ടെ ഗൈസ്. ഒരു ഡെസേർട്ട്, ഒരു പായസം കൂടിയുണ്ട്. പ്രഥമൻ പോലത്തെ എന്തോ സംഭവം തോന്നുന്നു, എന്തുവാന്നറിയില്ല. എന്തായാലും റിവ്യൂ ചെയ്യാൻ വന്നപ്പോൾ ഇത് കൂടെ റിവ്യൂ ചെയ്യണ്ടേ. പേരിന് വേണ്ടി ഉണ്ടാക്കിയ പായസം അല്ല കേട്ടോ, നല്ല ടേസ്റ്റ്. കോഴിക്കോടിൻ്റെ പാരഗൺ നമ്മൾ ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കോഴിക്കോട് ഒരുപാടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോയുമായി കോഴിക്കോട് വീഡിയോ ആയിട്ട് തന്നെ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്.